ഹലോ, സുപ്രഭാതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ആലോചിച്ച വിഷയം നമുക്ക് പൂജിക്കാനായി ഏറ്റവും നല്ലത് പ്രകൃതിയാണ്. സമരസപ്പെട്ടു പോകാനും പഠിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും അതോടൊപ്പം തിരിച്ച് സേവിക്കാനും ഏറ്റവും നല്ലത് പ്രകൃതിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ ജീവശ്വാസമായ ഓക്സിജൻ അതിൽ നിന്ന് തൊട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വീകർത്താക്കളാണ് നമ്മൾ. തിരിച്ചു നൽകുന്നതിൻ്റെ 1000 ഇരട്ടി പ്രതിഫലേച്ഛ കൂടാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതി. കാഴ്ച വസന്തമൊരുക്കി പുഷ്പങ്ങളാകട്ടെ, കഴിക്കാൻ ഭക്ഷണത്തിനായിട്ടുള്ള ധാന്യങ്ങളാകട്ടെ, ഫലങ്ങളാകട്ടെ, എന്തെല്ലാമാണ് പ്രകൃതിയുടെ ഉപഹാരങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്തിട്ടുണ്ടോ? പക്ഷേ തിരിച്ച് പ്രകൃതിയെ സേവിക്കാൻ നമ്മൾ മുതിരാറില്ല. പലപ്പോഴും വളരെ പുച്ഛഭാവത്തിൽ ഇതൊക്കെ എനിക്ക് അർഹതപ്പെട്ടതാണെന്ന രീതിയിൽ അങ്ങോട്ട് നമ്മൾ ഒന്നും അറിയാത്തവരെ പോലെ നടന്നു നീങ്ങുമല്ലേ. അപ്പോൾ ഞാൻ ഈയിടെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ സർപ്പക്കാവുകളിലെ പൂജ, അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നടക്കുന്ന നല്ല നല്ല പൂജകൾ, അതേപോലെ തന്നെ ഇന്ന് തന്നെ ഗോവർദ്ധന പൂജ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രശസ്തമായതാണ്. അപ്പോൾ നമ്മൾ പർവ്വതങ്ങളെ പൂജിക്കുക, പ്രകൃതിയെ പൂജിക്കുക, പുഴകളെ പൂജിക്കുക പറയുമ്പോൾ ഈ സങ്കല്പങ്ങളൊക്കെ വെറും മിഥ്യാധാരണയായിട്ട് കാണുന്ന ആളുകളുണ്ട്. പക്ഷേ സത്യത്തിൽ ഇത്തരത്തിൽ പ്രകൃതിയോടിണങ്ങി പ്രകൃതിയെ പൂജിക്കുന്നതിൻ്റെ പിന്നിലെ സാങ്കത്യം ഇത്രയേ ഉള്ളൂ: നിഷ്കാമ കർമ്മികളാകുക. കാരണം പ്രകൃതിക്ക് നമ്മളിൽ നിന്ന് ഒന്നും ആവശ്യമില്ലാതെ തന്നെ അത് നമ്മളെ ഇത്രയധികം നിസ്വാർത്ഥമായി പ്രണയിച്ച് സ്നേഹിച്ച് നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ ഇങ്ങനെ ഊട്ടി ഒരുക്കി കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അമ്മയുടെ പേരിൽ ഒരു മരം നടാനൊക്കെ പ്രധാനമന്ത്രി പറയണതൊക്കെ കേൾക്കണം. കാരണം ഞാൻ ജീവിക്കുന്ന പരിസരം നിറയെ മരങ്ങളും നിറയെ കിളികളും നിറയെ പച്ചപ്പും നിറയെ പാടവും എല്ലാമുള്ളൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഊർജ്ജ സ്വാംശീകരണത്തിനായിട്ട് എനിക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യം തോന്നാറില്ല. ഞങ്ങൾ കുളങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയൊരു കാര്യമല്ല, നമ്മുടെ കടമ മാത്രമാണ്. കർത്തവ്യബോധമുള്ള ജനത പ്രകൃതിയെ സ്നേഹിച്ചേ പറ്റൂ എന്നുള്ളത് മാത്രം. ആ പ്രകൃതിയെ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഈ ഞങ്ങളുടെ വീട്ടിലെ പാമ്പുംകാവിലൊക്കെ വലിയ ഇലഞ്ഞി മരങ്ങൾ, വലിയ ആൽമരങ്ങൾ, അതുപോലെ തന്നെ പാലമരങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വരുന്ന പൂക്കളുടെ സൗരഭ്യവും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവും ഏത് മനുഷ്യപ്രാണനെയും സന്തോഷത്തോടെ ജീവിക്കാൻ പര്യാപ്തമായതാണ്. അപ്പോൾ ഇന്ന് ഗോവർദ്ധന പൂജ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് അത് സംസാരിക്കണം തോന്നി. പണ്ട് ലക്ഷ്മണൻ്റെ ജീവിതം രക്ഷിക്കാൻ ഹനുമാൻ പൊക്കിക്കൊണ്ടുവന്ന പർവ്വതത്തെ നമ്മൾ ഓർക്കുന്നില്ലേ? മൃതസഞ്ജീവനി മന്ത്രത്തെ ഓർക്കുന്നില്ലേ? മൃതസഞ്ജീവനിയെ ഓർക്കുന്നില്ലേ? അപ്പോൾ എല്ലാത്തിനെക്കുറിച്ച് ഓർക്കുന്ന നമ്മൾ പ്രകൃതിക്ക് അനുരൂപമായി പ്രകൃതിയെ സ്നേഹിച്ച് പൂജിച്ച് ജീവിക്കുക. അതിലിനി തർക്കമൊന്നും വേണ്ടാന്ന്. ഓക്കെ, ശരി എന്നാൽ.